വെൽക്കം ടു ഷെമി ബാസ്. ഗൾഫിലായിരുന്നപ്പോൾ കംപ്ലീറ്റ് ഷുഗർ കട്ടിംഗ് ആയ ഞാൻ നാട്ടിലെത്തിയപ്പോൾ എല്ലാം തകർന്നു. ഇതുപോലെ ഓരോന്ന് മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ എന്ത് ഷുഗർ കട്ടിംഗ്. ഇത് പെങ്ങൾ കൈറുവിന്റെ വകയുള്ള ഒരു ചെറുപരിപ്പ് പായസം. ഇനിയൊരു യാത്രയാണ്. സമയം രാവിലെ 6 മണിയായി. പാലത്തിൽ നിന്നും കൈറുവും നബയും വരുന്ന ബസ് കാത്തി ഇരിപ്പാണ്. ഇനി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 90 രൂപ കൊടുത്ത് 24 മണിക്കൂർ പാർക്കിംഗ് ഒക്കെ എടുത്തു നേരെ പ്ലാറ്റ്ഫോമിലേക്ക്. ഫിൽസയും മാധവും ഇതുവരെ ട്രെയിൻ യാത്ര നടത്തിയിട്ടില്ല. അവർക്കൊരു എക്സ്പീരിയൻസ് ആകാനും കൂടിയാണ് ഈ യാത്ര. ഇപ്പം 7:45 ഉള്ളൂ. 8:25 നമ്മൾ ട്രെയിൻ വരുന്നത്. അപ്പൊ ഒരു ചായയെല്ലാം കുടിച്ച് ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട എയർനാട് എക്സ്പ്രസ് കാഞ്ഞങ്ങാട് പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരുകയാണ്. ഫുള്ളാ എല്ലാ സീറ്റ് ഉണ്ടാ ബൈയിൽ കയറിക്കോ. നമ്മൾ ഏകദേശം കണ്ണൂർ പുറപ്പെട്ട് കാലിക്കറ്റിലേക്കുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ജാഫർക്കാസ് കോളനി എന്തോ ഒരു ഹോം സ്റ്റേ. എന്ത് ജാഫർക്കാസ് കോളനി അജാസ് ഹോം സ്റ്റേ. എവിടെ സ്റ്റാൻഡ്? എവിടെ? മുമ്പോട്ടാണോ? ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് വരുന്നത്. ഈ ഏരിയയൊക്കെയാണ് ഓട്ടോ സ്റ്റാൻഡ് വരുന്നത്. നമ്മൾ ആദ്യം ഇവിടെ ഈ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. ജാഫർക്കാസ് കോളനി അജാസ് ഹോം സ്റ്റേ അറിയോ? ജാഫർക്കാസ് കോളനി അറിയോ? നബാന്റെ ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടെത്താണ്. അജാസ് ഹോം സ്റ്റേ. അങ്ങനെ അവസാനം നബ താമസിക്കാൻ പോകുന്ന ഹോം സ്റ്റേ കണ്ടെത്തിയിരിക്കുകയാണ്. നബ പൈസ കിട്ടിയാ? എത്ര? 60. നബ ഇനി 15 ദിവസം താമസിക്കാൻ പോകുന്നത് കൃഷ്ണപുരിയിലാണ്. ഇതാണ് നബയുടെ റൂം. ഞങ്ങൾ കോഴിക്കോട് വന്നത് എന്തിനാണെന്ന് പറയാൻ മറന്നു. കോഴിക്കോട് വന്നിരിക്കുന്നത് നബ കിമേറ എന്ന ഒരു സ്ഥാപനത്തിൽ ബ്രൈഡൽ മേക്ക് ഓവർ കോഴ്സിനായി ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ സ്റ്റെപ്സ് ഒക്കെ കയറി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ടു. അവിടെ താഴെയുള്ള കുറ്റിച്ചിറ ബിരിയാണി റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണിയൊക്കെ കഴിച്ചു. നബയെ ഹോം സ്റ്റേയിൽ തന്നെ തിരിച്ചു വിട്ടു. നബയോട് യാത്ര പറഞ്ഞു. കാരണം 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ യുഎയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നബയെ കാണണമെങ്കിൽ അടുത്ത വർഷമാകണം. ഞങ്ങൾ ഒരു റിക്ഷ എടുത്തുകൊണ്ട് കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് പോവാണ്. 5:10 ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് മിഠായിത്തെരുവിൽ പോയി കുറച്ച് കോഴിക്കോട് ഹൽവാക്ക് പറഞ്ഞ് ശേഷിച്ചു. ഇപ്പോൾ പാളയത്താണുള്ളത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മിഠായിത്തെരുവിലെത്തിയിരിക്കുകയാണ്. മിഠായിത്തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കോഴിക്കോട് എന്നാൽ മിഠായി തെരുവ്, അതാണ് അതിന്റെ ഒരു ശരി. ഹൽവക്കടകൾക്ക് പ്രശസ്തമായ ഈ കോഴിക്കോടൻ തെരുവിന് ആ പേര് നൽകിയത് യൂറോപ്പുകാരാണ്. കോഴിക്കോടൻ തെരുവിലെത്തി ഹൽവ മധുരം ശരിക്ക് ബോധിച്ച യൂറോപ്പുകാർ വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ ഹൽവകൾ ഒരുങ്ങുന്ന ആ തെരുവിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചു. ഹൽവ യൂറോപ്പുകാർ വിളിച്ചിരുന്ന ഓമന പേരായിരുന്നു സ്വീറ്റ് മീറ്റ്. പിന്നീട് ആ പേര് മലയാളീകരിക്കപ്പെട്ടാണ് മിഠായി തെരുവായി മാറിയത്. ഇതിനും ഏറെക്കാലം മുൻപ് ഹുസൂർ റോഡ് എന്നാണ് മിഠായി തെരുവ് അറിയപ്പെട്ടിരുന്നത്. ഹൽവയുടെ പേരിൽ പ്രശസ്തമായ ഈ തെരുവ് തേടി പിന്നീട് മറ്റു മധുര പലഹാരങ്ങൾ കൂടി എത്തി. അങ്ങനെ മിഠായി തെരുവ് അക്ഷരാർത്ഥത്തിൽ മധുരം കൊണ്ട് നിറഞ്ഞു. ഇതാണ് മിഠായി തെരുവിനെ പറ്റി പറഞ്ഞു കേട്ട ചരിത്രം. മുന്തിരി, ഉണക്കമുന്തിരി ഉണ്ട്, പൈനാപ്പിൾ ഹലുവ ഉണ്ട്. ഇത് പിന്നെ നമ്മളെ പഴയ കാലത്തെ കോഴിക്കോടൻ ബ്ലാക്ക് ഹലുവ. ഇത് പിന്നെ RKG നെയ്യിൽ ഉണ്ടാക്കുന്ന ബനാന ഹലുവ. ഇത് കിവി ഡ്രൈ ഫ്രൂട്ട്. ഇത് പൈനാപ്പിള്.
ഇത് പിന്നെ വീറ്റ് ഹലുവ ആണ്, തേങ്ങാപ്പാലിൽ വരിക ഉണ്ടാക്കുന്ന വീറ്റ് ഹലുവ. ഇത് അനാറ്, ഇത് ഫിഗ് ഹലുവ, ഇത് ജാക്ക് ഫ്രൂട്ട്, ഇത് മാംഗോ ഡ്രൈ ഫ്രൂട്ട്, ഇത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഹലുവ, ടെൻഡർ കോക്കനട്ട്, ഗ്രേപ്പ്. ഇത് പിന്നെ നമ്മളെ പഴയ കാലത്തെ കോഴിക്കോടൻ റെഡ് ഹലുവ ആണ്. കുറച്ചകത്തേക്ക് നടക്കുമ്പോൾ മനസ്സിലാകും ഹൽവ പോലെ തന്നെ മിഠായി തെരുവിന് പ്രിയപ്പെട്ടതാണ് കായ വറുത്തതും. സ്വർണ്ണവർണ്ണത്തിൽ വറുത്തുകോരിയിടുന്ന നേന്ത്രക്കായ ഉപ്പേരിക്ക് പോലും ഒരു കോഴിക്കോടൻ രുചിയുണ്ട്. ലക്ഷദ്വീപിലെ ബെൻഡിയ എന്തെല്ലാം ഉള്ളത്? അത് തേങ്ങ, ശർക്കര, അരിപ്പൊടി അല്ലെങ്കിൽ തേങ്ങ. നല്ല സാധനം. ഒന്ന് പൊട്ടിച്ചത് 12 കിട്ടോ. അതെപ്പാ നിങ്ങളെ കാസർഗോഡാ? രുചിയുള്ള ഹൽവയുടെ നിർമ്മാണ കാര്യത്തിൽ മിഠായി തെരുവ് യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല. എന്നാൽ പണ്ട് പറഞ്ഞു കേട്ട പോലെ ഹൽവക്കും മധുരപലഹാരങ്ങൾക്കും വേണ്ടി മാത്രമുള്ള വിൽപ്പനശാലകളല്ല ഇവിടെയുള്ളത്. ഹൽവ പോലെ തന്നെ ഇപ്പോൾ മിഠായി തെരുവ് അടക്കി വാഴുന്ന ഒന്നാണ് തുണിക്കച്ചവടം. ഓണം കൂടി വരാനിരിക്കുന്നതോടെ ഇത്തവണ മിഠായി തെരുവിലെ തുണിക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇതെന്ത് സാധനം? അയലാ? എങ്ങനെ കെട്ടുള്ളത്? എങ്ങനെ കെട്ടുള്ളത്? ഇത് 2000 ഹൂക്കാണ്. നീളം വരുമോ ഇത്? 5 മീറ്റർ നീളം. സ്ട്രോങ് ഉണ്ടാവും. ഓ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. കുറച്ച് ഹലുവ, വേറെ കുറച്ച് സ്വീറ്റ്സ്, പിന്നെ 1-2 ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അങ്ങനെ മിഠായി തെരുവിൽ നിന്നും യാത്ര പറയുകയാണ്. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് 5:20 ട്രെയിൻ വരുന്നത്. ബൈ ബൈ കോഴിക്കോട്. അങ്ങനെ ഞങ്ങളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പരശുറാം എക്സ്പ്രസിൽ കയറിയിരിക്കുകയാണ്. 5 മണിക്ക് നമ്മുടെ ട്രെയിൻ കാഞ്ഞങ്ങാടിലേക്ക് പുറപ്പെടുന്നതാണ്. ഫിൽസ ഭയങ്കര റീഡിങ്ങിലാണ്. അതും മലയാളം പഠിക്കുകയാണ്. കയറി ഇപ്പോഴേ ഉറങ്ങാൻ തുടങ്ങി. ഇനി ഒരു പക്ഷേ ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ വെക്കേഷനിലെ അവസാനത്തെ ട്രിപ്പ് ആയിരിക്കാം. ഇനി നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഞങ്ങൾ തിരിച്ച് UAE പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ടുള്ള ഒരു അവസാനത്തെ ലോങ് ട്രിപ്പ് ആണിതെന്ന് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവാസ ലോകത്തേക്ക്. ഇനിയുള്ള ദിവസങ്ങൾ പോകുന്നതിന്റെ പ്രിപ്പറേഷനുമായിട്ടുള്ള തിരക്കായിരിക്കും. ഉപ്പയോടും ഉമ്മയോടുമെല്ലാം യാത്ര പറഞ്ഞിറങ്ങാൻ മെന്റലി പ്രിപ്പയറും കൂടി ആകണം. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നത് വരെ ഗുഡ് ബൈ.